പല രീതിയിൽ നമ്മുടെ ആയുസ്സിനെ പ്രഹരമേൽപ്പിക്കുന്ന ഒന്നിൻ്റെ പേരാ ഭയം. ജീവൻ്റെ ആ സമൃദ്ധി എന്ന് പറയുന്നത് ഭയത്തിൽ പൂർണ്ണമായിട്ടും നിരാകരിക്കപ്പെടുകയാണ്. ഇന്ദ്രിയങ്ങളെ കൊട്ടിയടച്ചിരിക്കാൻ പറ്റുമെങ്കിൽ ഈ അകത്തുനിന്ന് ബലപ്പെടുന്ന ഒരു ചൈതന്യവുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ജീവിക്കാൻ പറ്റും. അവസാനമായിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഓരോ ദിവസത്തിനും ആ ദിവസത്തിൻ്റെ ആകുലത മതി. ടേക്ക് ലൈഫ് ബൈ യൂണിറ്റ്സ്. ഗുരുയണത്തിലേക്ക് സ്നേഹവന്ദനം. എന്തുകൊണ്ടായിരിക്കണം യേശു ഈ കടപ്പുറം തൻ്റെ ആദ്യത്തെ ക്ലാസ് മുറിയായിട്ട് തിരഞ്ഞെടുത്തത്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചെടുക്കുന്നൊരു വിഷയമാണ് അത്. എനിക്കൊന്ന് ഈ തുറയിൽ ജീവിക്കുന്ന മനുഷ്യരൊരു നിർഭയത്വമുണ്ട്. കാരണം ഉള്ളിലേക്ക് ഭയം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നിനെയും സംയമനത്തോടും സ്നേഹത്തോടും കേൾക്കാനായിട്ട് പറ്റില്ല. ജനിതകത്തിൽ കാര്യമായിട്ട് ഭയത്തിൻ്റെ അടയാളങ്ങളില്ലാത്ത ഒരു കമ്മ്യൂണിറ്റി ഈ കടലിൽ പണിക്ക് പോകുന്നവരാണ്. ഇതൊരു നമ്മുടെ ഒരു തുറയാണ്, വിഴിഞ്ഞത്തിനടുത്ത്. ഇതിനോട് ചേർന്നൊരു പള്ളിയുണ്ട്. പൊതുവെ അധികം കേൾക്കാത്ത ഒരു പേരാണ് പള്ളിക്ക്. സിന്ധു യാത്ര മാതാപ്പള്ളി. സിന്ധു വെച്ചാൽ കടല, ദയാസിന്ധു എന്നൊക്കെ പറയുന്ന അർത്ഥം ദയയുടെ കടല. അപ്പം ആ യാത്രയ്ക്ക് പോകുന്നവരുടെ അമ്മയുടെ പള്ളി എന്നാണ് പറയുന്നത്. മിക്കവാറും ഈ കടലിൽ പണിക്ക് പോകുന്നവരും ദൂരയാത്രയ്ക്ക് പോകുന്നവരും ഒക്കെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന, ഇങ്ങനെ പോർച്ചുഗീസ് കാലത്തോളം പഴക്കമുള്ളൊരു പള്ളിയാണ്. അത് റിനോവേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പഴയ പേര് ഇതായിരുന്നില്ല താനും. ഒരു കുരിശ് വരച്ചുകൊണ്ട് നേരെ യാത്രയ്ക്ക് പോവുകയാണ്. ഒരു ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? എളുപ്പമല്ല ഈ കടലിൽ പോയിട്ട് മീൻ പിടിക്കാനൊക്കെ ഉള്ളത്. നമുക്കൊക്കെ ഒരു കടത്തുവഞ്ചി കടക്കുമ്പോൾ പോലും എത്ര ഭയമാണ്. അപ്പോൾ താൻ അഡ്രസ്സ് ചെയ്യുന്ന ചില വിചാരങ്ങളെ ആഴത്തിലെടുക്കണമെങ്കിൽ ഈ ഭയത്തിൻ്റെ അലയിളക്കം പാടില്ലെന്ന് യേശു വിചാരിച്ചിട്ടുണ്ടാവും. ഇവരെല്ലാം നിർഭയത്വത്തിൻ്റെയൊക്കെ മനുഷ്യരായിട്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ വാഴ്ത്തപ്പെടുന്നത്. നമുക്കറിയാം, 12 പേരിൽ ഒരാളൊഴികെ ബാക്കി 11 പേരും ഈ പറഞ്ഞ കടലിൽ പണിക്ക് പോകുന്നവരുമായിട്ട്, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിപ്പെട്ടവരൊക്കെ തന്നെയാണ്. ഇതിൽ ഈ യോഹന്നാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും തങ്ങൾ വിശ്വസിച്ചുള്ള ദൂതുകൾക്ക് വേണ്ടി മരണത്തെ പോലും ഭയപ്പെടാതെ പോയ മനുഷ്യർ, രക്തസാക്ഷികളാണ്. ഈ അപ്പോസ്തലന്മാരിൽ 11 ഒരാൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ബാക്കി 10 പേരും. ഭയത്തിൽ പ്രഹരമുണ്ടെന്നൊക്കെ പറഞ്ഞാണ് വേദപുസ്തകത്തിൻ്റെ ഒരു വാക്കുണ്ട്. അത് ഒരു ഈ കടലോരത്ത് നിന്ന് തന്നെ യേശു കണ്ടെത്തിയ ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള യോഹന്നാൻ എഴുതി വെക്കുന്ന വാക്കാണ്, ഇൻ ഫിയർ ദർ ഇസ് പണിഷ്മെന്റ്. നമ്മൾ എന്തിനെ ഭയപ്പെടുന്നുണ്ടോ അത് ചിലപ്പോൾ നമുക്ക് സംഭവിക്കുമെന്നൊക്കെ ഉൾപ്പെടെയുള്ള അനേകം ധ്വനികളുള്ള ഒരു വാക്കാത്. ഒരു കാലത്ത് നല്ലതുപോലെ മനഃശാസ്ത്രത്തിൽ ഇങ്ങനെ കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ടെക്സ്റ്റ് അത്, ഇൻ ഫിയർ ദർ ഇസ് പണിഷ്മെന്റ്. പല ഘടകങ്ങളുണ്ട്. എന്നാൽ ഓർമ്മയിൽ തടയുന്ന ഒരൊറ്റ കാര്യമാണ്, ഇങ്ങനെ നമ്മുടെ ഒരു വൾണറബിലിറ്റി ഉണ്ട്. നമ്മൾ എന്തിനാണോ ഭയപ്പെടുന്നത് അതിനകത്ത് നമുക്കൊരു വ്രണിത മേഖല ഉണ്ടാകും. വളരെ വേഗത്തിൽ ക്ഷതപ്പെടാവുന്ന ഒരു മേഖല, ദുർബലമായ ഒരു മേഖല ഉണ്ടാവും. വൾണറബിലിറ്റി എന്നൊക്കെയാണ് പറയുന്നത് തോന്നുന്നു. ഭയത്തിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഉദാഹരണത്തിനായിട്ട് ചിലപ്പോൾ തലമുറകൾ കൈമാറി കിട്ടുന്ന ചില രോഗത്തെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ധാരണയോ തെറ്റിദ്ധാരണയോ അതിനകത്ത് കാര്യമായിട്ട് ധാരണയില്ലാത്ത ഒരാളിലേക്ക് അത്രയും എളുപ്പത്തിൽ ചെല്ലുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ അതിനെ ഭയപ്പെടുന്ന ഒരാൾ, ഇപ്പോൾ ഡിപ്രഷൻ കണക്കുള്ളൊരു കാര്യത്തെ നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ അത് ഏക കാരണം എന്ന അർത്ഥത്തിലൊന്നും അല്ല പറയുന്നത്. പ്രതിരോധം വളരെ ദുർബലമായിട്ട് മാറും. അതെനിക്ക് സംഭവിച്ചേക്കാം എന്നുള്ള ഒരു ഭയം എൻ്റെ പ്രതിരോധത്തിൻ്റെ ഒരു ഇടത്തെയെങ്കിലും കുറെ കൂടി ദുർബലമാക്കും. അങ്ങനെ പല രീതിയിൽ നമ്മുടെ ആയുസ്സിനെ പ്രഹരമേൽപ്പിക്കുന്ന ഒന്നിൻ്റെ പേരാ ഭയം. ജീവൻ്റെ ആ സമൃദ്ധി എന്ന് പറയുന്നത് ഭയത്തിൽ പൂർണ്ണമായിട്ടും നിരാകരിക്കപ്പെടുകയാണ്. വെറുതെ ജീവിക്കുക എന്നുള്ളതല്ലല്ലോ. ഈ പരോളിൽ ഇറങ്ങിയത് കണക്ക് തല കുനിച്ചും ഒളിച്ചും ഇങ്ങനെ വെളിച്ചത്തെ ഭയന്നും ആൾക്കൂട്ടത്തെ ഒഴിവാക്കിയും ജീവിക്കുക എന്നുള്ളതല്ലല്ലോ ജീവിതം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ജീവന്റെ സമൃദ്ധിയെ തടസ്സപ്പെടുത്തുന്ന വലിയ അപകടങ്ങളൊന്നായിട്ടാണ് ഈ ഭയത്തെ വേദപുസ്തകം പറഞ്ഞു വെക്കുന്നത്. കൗതുകരമായൊരു കാര്യം, 365 പ്രാവശ്യം വേദപുസ്തകത്തിൽ പറയുന്ന ഒരു വാക്കാണത്, ഫിയർ നോട്ട്. അത് ചെറുപ്പത്തിലൊക്കെ ഞാൻ വിചാരിച്ചു അതൊരു വളരെ യാദൃച്ഛികമായ ഒന്നാണെന്ന്.
ഇപ്പം കുറച്ചുകൂടി പ്രായത്തിൻ്റെയൊക്കെ ഒരു പാകതയും പക്വതയൊക്കെ വരുമ്പോൾ തോന്നുന്നു അതായിരിക്കില്ല. ഓരോ ദിവസവും നമുക്ക് മീതെ വീശുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോടത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ ഭയപ്പെടരുത്, ഈ ദിവസത്തെ ഭയപ്പെടരുത്. ഈ ദിവസത്തിൽ നീ ഭയപ്പെടുന്ന ഒരു കാര്യങ്ങളും നിനക്ക് സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ നിരന്തരമായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ആ വാക്ക് വേദപുസ്തകത്തിൽ വരുന്നുണ്ട്. സുവിശേഷം ആരംഭിക്കുന്നതിന് അങ്ങനെയാണ്. രാപാർത്തിരുന്ന മനുഷ്യരുടെ അടുക്കലേക്ക്. ഓർക്കണം, രാത്രി ഉറങ്ങേണ്ട മനുഷ്യരാണ്. അങ്ങനെയല്ല വായിച്ചു കേൾക്കുന്നത്, രാപാർത്തിരുന്ന മനുഷ്യർ. എന്തുകൊണ്ടാണ് ഈ മനുഷ്യർ ഇടയന്മാർ രാത്രി ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നത്? അവർ കൂലിപ്പണിക്കാരാണ്. ആടുകളെ മേയ്ക്കുക എന്നുള്ളതാണ് അവരുടെ തൊഴിൽ. ഇവർ മേയ്ക്കാനായിട്ട് ഈ ആട്ടിൻപറ്റങ്ങളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ മൈതാനത്തൊക്കെ കൊണ്ടുപോയി അതിനെ കിടത്തും. രാത്രിയിൽ എങ്ങാനും ഈ ആട്ടിൻപറ്റങ്ങളിൽ ഒരെണ്ണമെങ്കിലും കളഞ്ഞു പോവുകയാണെങ്കിൽ, കവർച്ച ചെയ്യപ്പെടുകയോ ചെന്നായി പിടിക്കുകയോ എന്തെങ്കിലും ആവട്ടെ, ഒരെണ്ണം മിസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ആടിന് തുല്യമായ പണം കണ്ടെത്തുവോളം നിങ്ങൾക്ക് വേതനമില്ലാതെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ കണക്കെന്ന് പറയുന്നത് 1 വർഷമെങ്കിലും നിങ്ങൾക്ക് ജോലി ചെയ്താലേ ഒരാടിൻ്റെ തുല്യമായിട്ടുള്ള പണം നിങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റും. അത്തരം ഭയങ്ങളുള്ള മനുഷ്യർ അവരടുക്കിലേക്ക് വന്നിട്ടാണ് മാലാഖമാർ പറയുന്നത്, ഭയപ്പെടരുത്. കരിയിലകളെപ്പോലും ഭയപ്പെടുന്ന അവരുടെ ജീവിതത്തിലേക്ക് ഒരു രക്ഷകൻ വരികയാണ്. സകല ജനതയുടെയും സന്തോഷം വരികയാണ്. അവിടം തൊട്ട് ഈ ഉടനീളം ഇവരുടെ പ്രതിസന്ധികളിൽ, വേദപുസ്തകത്തിൽ ഓരോ മനുഷ്യരെയും പ്രതിസന്ധികളിൽ ആ വാക്ക് മുഴങ്ങുന്നുണ്ട്, ഭയപ്പെടരുത്. ഇങ്ങനെ ഒടുവിലത്തെ ദൂതും അത് തന്നെയാണ്. മാലാഖമാർ വന്നിട്ട് പറഞ്ഞു, ഭയപ്പെടരുത്. നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ നിങ്ങൾക്ക് മുമ്പേ ഗലീലിലേക്ക് പോയി. ഒരു ശവകുടീരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ആ വാക്ക് നമ്മൾ കേൾക്കുന്നത്. എങ്ങനെയാണ് ഭയത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്? ഏറ്റവും ലളിതമായൊരു വഴി പറയുന്നത് യോഹന്നാനാണ്. പക്ഷെ പ്രായോഗികമായിട്ട് നോക്കുമ്പോൾ അത്ര എളുപ്പമല്ല താനും. എന്താണത്? ഇൻ ലവ് ദർ ഇസ് നോ ഫിയർ എന്നാണ് പറയുന്നത്. സ്നേഹത്തിൽ ഭയമില്ലെന്നാണ് പറയുന്നത്. സ്നേഹത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചിട്ട് മാത്രമേ നമുക്കിങ്ങനെ ഭയത്തെ ഏതെങ്കിലും തരത്തിൽ തഴുതിടാൻ പറ്റത്തുള്ളൂ. അകത്തുനിന്ന് ഓടാമ്പലിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. സ്നേഹം വർദ്ധിപ്പിക്കുക അല്ലാതെ ഭയത്തിൽ എന്താണ് വേറൊരു പോംവഴിയുള്ളത്? കാരണം ഒരു കുഞ്ഞുദാഹരണം എടുത്താൽ മതി. നമ്മൾ ഭയപ്പെടുന്ന ഒരു കൂട്ടർ സ്ട്രേഞ്ചേഴ്സാണ്. ഒരു രാത്രി യാത്രയ്ക്കകത്ത് ഒരു കമ്പാർട്ട്മെൻറ്റിൽ 2 പേര് മാത്രമാണെങ്കിൽ ആ രാത്രി മുഴുവൻ നിങ്ങൾക്ക് പേടിയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുമോ, നിങ്ങളുടെ ഏതെങ്കിലും കാര്യങ്ങൾ അപഹരിക്കുവാൻ തുടങ്ങിയ ഭയം അവസരത്തിൽ. എതിരെ വരുന്ന ആൾ നിങ്ങളെ കണക്ക് ജോലി ചെയ്ത് തളർന്ന് രാത്രി വണ്ടിക്ക് വീട്ടിലേക്കാനായിട്ട് കൊതിക്കുന്ന ഒരു പാവപ്പെട്ട ഗൃഹനാഥനാണ്, ഒരു പാവപ്പെട്ട ഒരു കൂലിപ്പണിക്കാരനാണെന്നൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ ആ രാത്രിയിൽ ഇയാൾ നിങ്ങളുടെ ഏറ്റവും നല്ല ചങ്ങാതിയായിട്ട് മാറും. ഭയം കുറക്കുക എന്നല്ലാതെ വേറെ വഴികളൊന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അപരിചിതരെയൊക്കെ സ്വീകരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടായിട്ട് വേദപുസ്തകം കരുതുക. യേശു തന്നെ പറയുന്നില്ലേ, ഐ വാസ് എ സ്ട്രേഞ്ചർ, ഐ വെൽക്കം മീ. അപരിചിതനായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഭയത്തിൻ്റെ ഒരു വിളിമ്പി നിൽക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് അയാളുടെ എല്ലാ ചലനങ്ങളെയും ഭയപ്പെടണം. എന്നാൽ അയാളെ നിങ്ങൾ സ്നേഹിതനായിട്ട് കണ്ടെത്തി സ്വീകരിക്കുന്ന വഴിയായിട്ട് നിങ്ങൾക്ക് ഒന്നിനോടും ഭയമില്ലാത്ത ഒരു മാനസിക നിലയിലോട്ടുള്ള നിങ്ങളുടെ സഞ്ചാരത്തിൻ്റെ ആദ്യ പടവാണ്. അങ്ങനെ അനവധിയായ രീതിയിൽ ഈ ഭയത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റും. പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്ന മോശ കൊത്തിവെച്ച ആ സർപ്പത്തിൻ്റെയൊക്കെ കഥ എന്താണ്? ഭയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അത് വായിച്ചെടുക്കാം. ഇങ്ങനെ സർപ്പങ്ങൾ മനുഷ്യരെ കൊത്തി വീഴ്ത്തിയ ദീർഘമായ യാത്രയാണ്, മരുഭൂമി യാത്രയാണ്. മരുഭൂമിയിലെ ഇഴജന്തുക്കൾ എന്ന് പറയുന്നത് ഏറ്റവും സാധാരണമായൊരു സാധ്യതയാണ്. ഇപ്പം ഒരിക്കൽ ഒരു സർപ്പത്തിൻ്റെ ദംശനം ഏറ്റുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓരോ കരിയിലെയും പേടിയാണ്. അങ്ങനെ കരിയിലുകളെ ഭയപ്പെട്ടും നിലത്തോട്ട് മാത്രം ഇങ്ങനെ ശ്രദ്ധ ഊന്നിയും നിങ്ങൾക്ക് എത്ര കാലം മുമ്പോട്ട് പോകാൻ പറ്റും? അതുകൊണ്ട് മോശയ്ക്ക് ദൈവം കൊടുത്ത വെളിപാട് ഇങ്ങനെയാണ്, നിന്നെ കൊത്തിയ ആ സർപ്പത്തെ കൊത്തിവെക്കുക. പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ അവരിങ്ങനെ മരുഭൂമി കൊത്തിവെക്കുകയാണ്. വാസ്തവത്തിൽ ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ തങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യത്തിൻ്റെ സാധുതയെ ഇങ്ങനെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്, ഒരു ദൈവിക മേഖലയിലോട്ട് ഈ കാര്യങ്ങൾ ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ ആ ഭയത്തിനകത്ത് ഒരു കാര്യമായ യുക്തിബോധമില്ല. നിങ്ങൾക്കൊരു ഇടത്തുനിന്നൊരു ബുദ്ധിമുട്ട് പറ്റി, ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായി, അതിൻ്റെ പേരിൽ നിങ്ങളിങ്ങനെ സകല മനുഷ്യരെയും മീതെയും ഒക്കെ സംശയം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന വാസ്തവത്തിൽ ഈ പറഞ്ഞ കരിയിലെ അനമ്പുകൾ ഭയപ്പെടുന്ന ഒന്നിൻ്റെ തന്നെ സൂചനയാണ്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളെ ഭയപ്പെടുത്തുന്ന മേഖലകളെ ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി വെക്കുക എന്നൊക്കെ ഉള്ളതാണ് ആ പഴയ നിയമത്തിൻ്റെയൊക്കെ ഒരു സൂചനയിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്. പഴയ നിയമത്തിൽ തന്നെ ഇയ്യോബിൻ്റെയൊക്കെ ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇയ്യോബിന് ഓരോരോ ദുരന്തങ്ങൾ വരുമ്പോഴേക്കും
ഇയ്യോബ് അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഭയപ്പെട്ടത് എനിക്ക് സംഭവിച്ചു. ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഓരോരോ കാര്യങ്ങളുടെ യജമാനാണെന്ന് കരുതുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്ന ഒരു ദിവസം നിങ്ങളിതെല്ലാം ഡീറോവ് ചെയ്യപ്പെടും. ഓരോരോ അങ്കികളായിട്ട് നിങ്ങൾക്ക് അഴിഞ്ഞു പോകും. അങ്ങനെ നിങ്ങൾ ഭയപ്പെടുന്ന ഒരു ദിവസം ഇങ്ങനെ നഗ്നനായിട്ട് നിൽക്കേണ്ടി വരുന്നൊക്കെ ഭയപ്പെടുന്ന നിങ്ങൾ ഒരു ദിവസം അതിലേക്ക് വരുമ്പോഴേക്കും വാസ്തവത്തിൽ ജോബ് പറഞ്ഞ കാര്യം തന്നെ ഏതൊക്കെയോ തരത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കേൾക്കുകയാണ്: ഞാൻ ഭയപ്പെട്ടത് എനിക്ക് സംഭവിച്ചു. ഇങ്ങനെ വേറൊരു തിരുവചനം കൂടി ഈ ഭയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. എന്താണത്? എൻ്റെ അകത്തുള്ള ആള് എൻ്റെ പുറത്തുള്ള ആളെക്കാൾ ശക്തനാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഈ പ്രപഞ്ചം ഒരു വല്ലാത്തൊരു ചൈതന്യത്തിൻ്റെ വിത്ത് ഇട്ടിട്ടുണ്ട്. ആ വിത്തിനെ ധ്യാനിച്ചെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കൗതുക കാഴ്ചകളായിട്ട് മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു മനോഭാവം ഉണ്ടാവും. ഈ അകത്തുള്ള ആള് ഈ പുറത്തുള്ള ആളെക്കാൾ ശക്തനാണ്. ആ അകത്തുള്ള ആളുമായിട്ട് കുറച്ചുകൂടി ഇങ്ങനെ കണക്ടിവിറ്റി ജീവിക്കുക എന്നുള്ളതാണ് ഈ മെഡിറ്റേഷൻ കൊണ്ടൊക്കെ നമ്മൾ അർത്ഥമാക്കുന്നത്. യേശു കടപ്പുറത്തിരുന്ന് മെഡിറ്റേഷൻ പഠിപ്പിച്ചൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വാതിലടക്കുക, അകത്തുള്ള ആളെ കേൾക്കുക. ഇപ്പം പോലും ഈ കടപ്പുറത്തെ വീടുകൾക്കകത്ത് ചിലപ്പോൾ അടച്ചുറപ്പുള്ള മുറികളോ വാതിലുകളോ വേണമെന്നില്ല. 12,000 വർഷം മുമ്പ് ഒരു വീടിന് വാതിലുണ്ടായിരിക്കുക എന്നുള്ളതും സ്വന്തമായിട്ടുള്ള മുറി ഉണ്ടായിരിക്കുക എന്നുള്ളതും ഏതാണ്ട് ഒരു അസാധ്യതയാണ്, വിശേഷം കടപ്പുറത്ത്. എന്നിട്ട് ആ കാലത്തും ആ ദേശത്ത് നിന്ന് യേശു പറയുകയാണ്: വാതിലടക്കുക, അകത്തുള്ള ആളെ കേൾക്കുക. എല്ലാവർക്കും ഒന്ന് കണ്ണുപൂട്ടി ഇരുന്ന് കഴിഞ്ഞാൽ തങ്ങൾ വാതിലുകളെ കൊട്ടിയടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്ദ്രിയങ്ങളെ ഷട്ട് ഡൗൺ ചെയ്യാന്നുള്ളതാണ്. ഇന്ദ്രിയങ്ങളെ കൊട്ടിയടച്ചിരിക്കാൻ പറ്റുമെങ്കിൽ ഈ അകത്തുനിന്ന് ബലപ്പെടുത്തുന്ന ഒരു ചൈതന്യവുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ജീവിക്കാൻ പറ്റും. നിശ്ചയമായിട്ടും അതിൻ്റെ ഇടപെടല, അതിൻ്റെ മന്ത്രണങ്ങൾ ഈ പുറത്തുനിന്ന് കേൾക്കുന്ന മുഴുവൻ ആരവങ്ങളെക്കാളും ശക്തമാണ്. ഇത്രയുമൊക്കെ പൊതുവായിട്ട് ഈ ഭയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിചാരമായിട്ട് എടുക്കുമ്പോൾ ഈ രാത്രിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്ന ഒരു കുഞ്ഞു പാഠഭാഗം കൂടി പറഞ്ഞ് നമ്മുടെ ചിന്തകളെ പ്രാർത്ഥനയാക്കാമെന്നാണ് കരുതുക. അത് മാത്യു 6:25-34. എന്തെങ്കിലുമൊക്കെ ഒരു തരത്തിൽ ഇങ്ങനെ നമുക്ക് ആങ്സൈറ്റീസ് ഉണ്ട്, പലതരത്തിലുള്ള ഭീതികളുണ്ട്. അത് പല ലെവലാണ്. അതിൻ്റെ ഏറ്റവും ചെറിയ ലെവലിലുള്ളൊരു കാര്യത്തെയാണ് നമ്മൾ ഈ ആകുലത എന്ന് പറയുന്നത്. അവനവൻ്റെ ആകുലതകളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് യേശു പഠിപ്പിച്ചത് വെറുതെ ഒന്ന് ശ്രദ്ധാപൂർവ്വം വായിച്ചെടുത്താൽ നല്ലതായിരിക്കും. ഒരു ചെറിയ ഭാഗമാണ്, കഷ്ടിച്ചൊരു 7 വചസ്സുകൾ വരുന്ന ആ ഭാഗത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ തടയുന്ന രീതിയിൽ ഞാനൊന്ന് വളരെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ കുറച്ച് ഭയങ്ങളിലൊക്കെ പെട്ടുപോകുന്ന എന്നെ തന്നെ ഒന്ന് ബലപ്പെടുത്താനോ ജ്വലിപ്പിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുകയാണ്. 6-7 കാര്യങ്ങളാണ്. ഒന്ന് അവിടെ നിന്ന് പറഞ്ഞു, ജീവനുണ്ടെന്നുള്ളത് തന്നെ പ്രധാനം. ജീവനുണ്ടെന്നുള്ളൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എത്ര നിസ്സാരം. വസ്ത്രത്തെക്കാൾ പ്രധാനമാണ് ശരീരം, അപ്പത്തെക്കാൾ പ്രധാനമാണ് പ്രാണൻ. ജീവനെ ധ്യാനിക്കും. നിങ്ങൾക്കൊരു ജീവൻ നൽകിയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ജീവനെ കൈക്കുമ്പിളിൽ അണയാ സൂക്ഷിക്കുക എന്ന് പറയുന്ന അയാളുടെ ധർമ്മമാണ്. നമ്മളാവട്ടെ ഈ ജീവനെയല്ല ധ്യാനിക്കുന്നത്. നമ്മൾ ആ ജീവനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വസ്ത്രത്തിൽ വീണിട്ടുള്ള പൊടിയോ അഴുക്കിനെയോ അപമാനങ്ങളെയോ അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ജർക്കുകളെയൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ ഈ ഉറക്കം കിടന്നത്. ജീവനെ ധ്യാനിക്കും. ജീവിക്കുന്നുള്ളത് തന്നെയാണ് പ്രധാനം. വളരെയേറെ പ്രശസ്തമായിട്ടുള്ളൊരു ഫിലിമി കോട്ടുണ്ടല്ലോ, ഇങ്ങനെ ബൈസിക്കിൾ തീവ്സിൽ നിന്ന് ആദ്യത്തെ ഒരു ന്യൂയോർക്കിലെ ചിത്രമൊക്കെ ആയിട്ടാണ് അതിനെ ഗണിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴേക്കും ഒരു അപ്പൻ മകനോട് പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്താണത്? എടാ, എല്ലാത്തിനും പരിഹാരമുണ്ട്, മരണത്തിനൊഴികെ. അത് തന്നെ അതിൻ്റെ ശരി. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അഭിമുഖീകരിക്കാനായിട്ടും ഓരോരോ പ്രതിസന്ധികളെ കുറെ കടക്കാനും നിങ്ങൾ വേണമല്ലോ. പലപ്പോഴും സംഭവിക്കുന്ന ഏറ്റവും ചെറിയ പ്രതിസന്ധികളിൽ പോലും മനുഷ്യൻ ചിന്തിക്കുന്ന ജീവൻ കൊടുക്കാൻ വേണ്ടിയാണ്. മെഡിറ്റേറ്റ് ലൈഫ്. ഒരു ഗോതമ്പ് മണിയെപ്പോലും നമുക്ക് ലാബിൽ ഉണ്ടാക്കാനായിട്ട് ഇന്നോളം പറ്റിയിട്ടില്ല. 2, നിന്റെ അമൂല്യതയെ ധ്യാനിക്കാനാണ് പറയുന്നത്. ഒരു നാണയത്തിന് 2 ചെറുവിരൽ ഉൾക്കപ്പെടുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവരൊന്നുപോലും എൻ്റെ പിതാവ് പറയാൻ നിലത്ത് പതിക്കുന്നില്ല. അല്പവിശ്വാസികളെ, നിങ്ങൾക്ക് എത്ര കുരുവികളെക്കാൾ വിലയുണ്ട്? നമുക്ക് മനുഷ്യനെന്ന നിലനിൽപ്പിന് എത്ര കുരുവികളെക്കാൾ വിലയുണ്ട്? ഒരു ചെറിയൊരു കാര്യം കൂടി കൂടെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത്, ഈ കുരുവികളൊക്കെ എന്തിനാണ് വിൽക്കുന്നത്? അതിനൊരു പശ്ചാത്തലമുണ്ട്. ഇങ്ങനെ കഴിക്കാൻ ആവുന്ന ഭക്ഷണങ്ങളും കഴിക്കാനാവാത്ത ഭക്ഷണങ്ങളുടെയും ഒരു പട്ടിക ഇങ്ങനെ യഹൂദർക്കിടയിലുണ്ട്. കോഷർ എന്നാണ് അതിനെ വിളിക്കുക. അപ്പോൾ ആ കോഷറിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഈ ചെറുകുരുവികൾ എന്ന് പറയുന്നത്. അത് പാവപ്പെട്ട മനുഷ്യരുടെ ഭക്ഷണം. അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ദരിദ്രമായ അല്ലെങ്കിൽ ലളിതമായിട്ടുള്ള ഭക്ഷണമാണ് ഈ കുരുവി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കുരുവിയുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടത്തിൻ്റെ കഥ.
നിങ്ങൾക്ക് എത്ര കുരുവികളെക്കാൾ വിലയുണ്ടെന്നാണ് പറയാം? 3. അവിടെ നിന്ന് പറഞ്ഞു, ആകുല നിമിത്തം ആരുടെയും ആയുസ്സിന്റെ മുഴം വർദ്ധിച്ചിട്ടില്ല. വാസ്തവത്തിൽ അതിന്റെ റിവേഴ്സ് വായനയാണ് നമ്മൾ നടത്തേണ്ടത്. ആകുല നിമിത്തം ഓരോ നിമിഷവും ആയുസ്സിന്റെ മുഴം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം കാണാച്ചട്ടുകളുടെ ഭീതിയുടെ കാണാച്ചട്ടുകളിൽ പെട്ട് വലിഞ്ഞു മുറുകയാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത്. 4. അവിടെ നിന്ന് പറഞ്ഞു, ഇന്ന് വിരിഞ്ഞ് അന്തിയിൽ ഇങ്ങനെ കരിഞ്ഞ് നാളെ അടുപ്പിൽ വെക്കുന്ന വയൽപ്പൂക്കളെ സോളമനേക്കാൾ ഭംഗിയായിട്ട് അവിടെ നിന്ന് അലങ്കരിച്ചിട്ടുണ്ട്. അല്പവിശ്വാസികളെ, അവിടെ നിങ്ങൾ അലങ്കരിക്കില്ല നിങ്ങൾ കരുതുന്നുണ്ടോ? കവിതയാ. കടപ്പുറത്ത് നിന്നുകൊണ്ട് യേശു കവിത പറയുകയാണ്. സോളമനേക്കാൾ ഭംഗിയായിട്ട് പൂക്കളെ അലങ്കരിച്ച എൻ്റെ അച്ഛൻ. നമ്മുടെ കവികളൊക്കെ ഈ ഒരു പ്രതീകമൊക്കെ നന്നായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. വിശേഷിച്ച് ഓയൻമിക്കൊക്കെ ഇഷ്ടമുള്ള ഒരു പ്രതീകമായിരുന്നു ഈ വയൽപ്പൂ എന്നൊക്കെ പറയുന്ന പ്രതീകം. ഓരോ വയൽപ്പൂവും പറയുന്നത് അത് സോളമനേക്കാൾ ഭംഗിയിൽ അലങ്കരിക്കാനായിട്ട് അതിൻ്റെ സൃഷ്ടാവ് മനസ്സായെന്നുള്ളതാണ്. ചെറുപൂക്കളുടെ അഴകിനെ ധ്യാനിച്ച് അവനവനെ അലങ്കരിക്കുന്ന ആ ചൈതന്യത്തെ നമസ്കരിക്കാനായിട്ടുള്ളതാണ് 4ാമത്തെ ക്ഷണം. 5. പറഞ്ഞു, ഇങ്ങനെ അനാത്മീയമാണ് ആകുലത. വിജാതീയരാണ് ആകുലപ്പെടുന്നൊരു വാക്കാണ് ട്രാൻസ്ലേഷനിൽ വരുന്നത്. വിജാതീയരെന്ന് പറയുമ്പോൾ ഇതര ധർമ്മത്തിൽപ്പെട്ട മനുഷ്യൻ നല്ല അർത്ഥം. ഈ ദൈവം അച്ഛനാണെന്നൊക്കെ വെള്ളി വെളിച്ചം കിട്ടാത്ത മനുഷ്യരുടെ പേരാണ് വിജാതീയർ. എന്തെങ്കിലുമൊക്കെ തരത്തിൽ ദൈവം അച്ഛനാണെന്ന് വെള്ളി വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയത്തിന് കാരണങ്ങളില്ല, നീതീകരണമില്ല. പണ്ടിങ്ങനെ ഒരു ചെറിയ പെൺകുട്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനായിട്ടൊരു ശാഠ്യം പിടിച്ചു. ട്രെയിൻ യാത്രയെ. അപ്പം പറഞ്ഞു, എനിക്ക് പേടി വരും. അതിനകത്ത് കുഴപ്പമില്ല, പേടി വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ശരി, പൊയ്ക്കോളൂ. പക്ഷെ എന്തെങ്കിലും പേടി വരികയാണെങ്കിൽ ഈ എൻവലപ്പ് ഒന്ന് പൊട്ടിച്ചേക്കാൻ പറഞ്ഞു. പകൽ മുഴുവൻ കുഴപ്പമില്ല. രാത്രിയായപ്പോൾ ഇങ്ങനെ ഓരോരോ സംഘങ്ങൾ, സഞ്ചാരിക്കൂട്ടങ്ങളൊക്കെ വരുമ്പോഴേക്കും കുട്ടിയുടെ ഭയം വർദ്ധിച്ചു തുടങ്ങി. ഇപ്പോൾ കുട്ടി തൻ്റെ കൈവശമുള്ള ആ എൻവലപ്പ് പൊട്ടിച്ചു. അതിനകത്തൊരു ചെറിയ കഷ്ണം പേപ്പറുണ്ട്. അതിനകത്ത് ഇത്രയേ എഴുതിയിട്ടുള്ളൂ, ഞാൻ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ ഇരിപ്പുണ്ട് അച്ഛൻ. എന്നിട്ട് കമ്പാർട്ട്മെൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് S2. കുട്ടി S1ലാണ്. ആരോ ഒരാൾ നിങ്ങളെ അനുധാവനം ചെയ്യുന്നുണ്ട്. ആ ധൈര്യത്തിനൊക്കെ വേദപുസ്തകം കൊടുക്കുന്ന വാക്കാണ് ഈ പരിപാലനം എന്ന് പറഞ്ഞൊരു വാക്ക്. ആരോ ഒരാൾ നിങ്ങളുടെ മീതെ ശ്രദ്ധാലുവാണ്. അങ്ങനെ 5ഓളം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ട് 6ഉം 7ഉമൊക്കെ ഈ പരിപാലനെ ഈ പറയുന്ന ഭയത്തെ അഭിമുഖീകരിക്കാനായിട്ടുള്ള, ഭയത്തിൻ്റെ തന്നെ ലൈറ്റർ വേർഷനായിട്ടുള്ള ആകുലത അഭിമുഖീകരിക്കാനായിട്ടുള്ള ചില സൂചനകളാണ്. 6 ഇതാണ്. ആദ്യം ദൈവത്തിന് രാജ്യവും നീതിയും അന്വേഷിക്കുക. ബാക്കിയുള്ളതൊക്കെ ചേർക്കപ്പെടും എന്നൊക്കെയാണ് നമ്മളിങ്ങനെ കാലാകാലങ്ങളായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയായ ട്രാൻസ്ലേഷൻ ബാക്കിയുള്ളതൊക്കെ അപ്രസക്തമാകും എന്നുള്ളൊരു വായന എനിക്ക് തന്നൊരു ഹർഷം വലുതായിരുന്നു. ദൈവിക ജ്ഞാനം വരുമ്പോൾ, ഒരു ദൈവികമായ പ്രകാശം വരുമ്പോൾ ഇപ്പം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എത്ര നിസ്സാരമാണെന്ന് നമുക്ക് വൈകാതെ വെളിപ്പെട്ട് കിട്ടും. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ ഈ പഠിത്തം നിർത്തി. അപ്പം അവനെ തപ്പിയെടുത്തുകൊണ്ട് വരാനായിട്ട് കൂട്ടുകാരെ ടീച്ചർമാരയച്ചു. അവിടെ ചെന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാനില്ല, ഉടനെ ഒന്നും സ്കൂളിലോട്ട് വരുന്നില്ല. എന്താ കാര്യം? അതെനിക്ക് വലിയൊരു ദുഃഖമുണ്ട്. ഞങ്ങളുടെയൊക്കെ ഒരു മേഖലയിൽ എല്ലാ ഉറുമ്പ് കടിച്ച് ദുഃഖങ്ങൾക്കും വിഷമങ്ങൾക്കും മനുഷ്യർ പറയുന്ന വാക്കാണ് ഈ ദുഃഖം എന്ന് പറയുന്നത്. കടുത്ത വാക്കാണ്. എനിക്ക് വലിയൊരു ദുഃഖമുണ്ട്. എന്താ നിന്റെ ദുഃഖം? അപ്പോൾ അവൻ പറഞ്ഞു, ഞായറാഴ്ച എന്നെ അപ്പൻ മുടിവെട്ടിക്കാനായിട്ട് കടയിൽ കൊണ്ടുപോയിട്ട് എനിക്കൊരു കിളിക്കൂടുണ്ടായിരുന്നു. പണ്ടിങ്ങനെ 2 മുടി ഇങ്ങനെ ചുറ്റിയിടുന്ന രീതി ഉണ്ടായിരുന്നു. അത് മുറിച്ചു കളഞ്ഞു. അതോടുകൂടി അവൻ്റെ ലോകം തകരുക. അപ്പോൾ അവന് ഗൗരവമായിട്ട് തോന്നിയാലും ഒരുപക്ഷെ എവിടെയെങ്കിലും വരുന്ന എന്നെ ഇത് കേൾക്കുന്ന എൻ്റെ സതീർത്ഥനറിയാം എന്ത് ഫലിതമാണിത്. ജീവിതത്തിലെ മിക്കവാറും ആകുലതകളൊക്കെ ഈ നെറ്റിയിൽ നിങ്ങൾ ഇങ്ങനെ വിടർത്തിയിട്ട ആ കുരുവിക്കൂടിൻ്റെ കഥ തന്നെയാണ്. ഒന്നുമില്ല, ബാക്കിയുള്ളതൊക്കെ അപ്രസക്തമാവും. അവസാനമായിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഓരോ ദിവസത്തിനും ആ ദിവസത്തിൻ്റെ ആകുലത മതി. ടേക്ക് ലൈഫ് ബൈ യൂണിറ്റ്സ്. കണ്ടുമുട്ടി ആരും തന്നെ ജീവിക്കുന്നതായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല. ചിലർ ഇന്നലകളിൽപ്പെട്ട് നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർ ഇങ്ങനെ ആകുലതയെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഇന്നേ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകുലതകളും ഭൂതകാലവും കൂടി വിഭജിച്ചെടുത്ത മനുഷ്യരെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിനകത്ത് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ സമാധാനം എത്ര പ്രധാനപ്പെട്ട. യേശുവിന് വളരെ പ്രിയപ്പെട്ട ഒരു വാക്കായിരുന്നു ഈ നിമിഷം, ഇപ്പോൾ. ഇന്ന് നിങ്ങൾ എന്നോടൊപ്പം പർദീസയിലാണ്. ഇപ്പോൾ ഈ വീടിന് രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഇതാണ് സ്വീകാര്യമായ സമയം. നുങ്കെന്ന് പറഞ്ഞൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ആ പേരിലൊരു പുസ്തകമുണ്ട്, സാക്രമെന്റ് ഓഫ് നൗ. ഈ ദിവസത്തിൻ്റെ കൂദാശയിലായിരിക്കുക. അവസാനിക്കുന്നത് ഒരു ക്ലാസിക് കോഷനുമായിട്ടാണ്. നാളെയോ? നാളേക്ക് വേണ്ടി വേറെ ക്ലേശങ്ങൾ വെച്ചിട്ടുണ്ട്. എൻ്റെ അർത്ഥം, ഒരു ദിവസം പോലും
ക്ലേശരഹിതമായിട്ടുണ്ടാവുന്നില്ല. മനുഷ്യരായിരിക്കുക എന്ന് പറയുന്നത് തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കപ്പം കൊടുത്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഇത്തിരി ഇച്ഛാശക്തിയും തലയ്ക്ക് മീതെ അവിടുത്തെ പൊൻകരങ്ങളും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമുക്കത് സാധ്യമാവും. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം